Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ജൂലൈ 3 സീറോ മലബാർ സഭ അത്യന്തം അഭിമാനത്തോടെയും നന്ദിയോടെയും ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുന്നു. ദുഃഖ്രാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം അനുസ്മരണം എന്നാണ്. ഇത് വെറും ഒരു വിശുദ്ധൻ്റെ ഓർമ്മ ദിനമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ വേരുകളിലേക്കുള്ള തീർത്ഥാടനമാണ്. ഭാരതസഭയുടെ അപ്പസ്തോലിക പിതാവായ മാർ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വവും വിശ്വാസ സാക്ഷ്യവും ഓർമ്മിക്കുന്ന ദിനമാണ് ദുഃഖ്രാന. ലോകത്തിലെ അനേകം പ്രാദേശിക സഭകൾ മിഷണറിമാരിലൂടെ സ്ഥാപിതമായപ്പോൾ ഭാരതത്തിലെ സഭയ്ക്ക് ഒരു സ്ലീഹായുടെ നേരിട്ടുള്ള പാരമ്പര്യമാണുള്ളത്. ഈ അപ്പസ്തോലിക പൈതൃകം സീറോ മലബാർ സഭയുടെ ആത്മാവാണ്. മാർ തോമാസ് ലീഹായെ പലപ്പോഴും സംശയിയായ തോമ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ സുവിശേഷങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ നാം കണ്ടെത്തുന്നത് സംശയത്തിൻ്റെ പ്രതീകമായിട്ടല്ല, മറിച്ച് സത്യ അന്വേഷണത്തിൻ്റെ ധീരസാക്ഷിയെയാണ്. അവൻ്റെ ജീവിതം സംശയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും, സാക്ഷ്യത്തിൽ നിന്ന് രക്തസാക്ഷിത്വത്തിലേക്കുമുള്ള ഒരു യാത്രയായിരുന്നു. ലാസറിന്റെ മരണവാർത്ത കേട്ടപ്പോൾ യേശു യഹൂദയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. അവിടെ യഹൂദർ യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ തോമസ് പറഞ്ഞു, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. ഇതാണ് സുവിശേഷങ്ങളിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ആദ്യത്തെ പരാമർശം. ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് തോമസിന്റെ ഈ വാക്കുകൾ അവൻ്റെ ധൈര്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും തെളിവാണെന്നാണ്. അവൻ യേശുവിൻ്റെ ദൗത്യം പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും ഗുരുവിനെ ഉപേക്ഷിക്കുവാനായി തയ്യാറായില്ല. വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് എഴുതുന്നു, തോമസ് തൻ്റെ ഗുരുവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായിരുന്നു, പിന്നീട് ഗുരുവിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകുകയും ചെയ്തു എന്ന്. ഇന്നത്തെ ക്രിസ്ത്യാനിക്കും ഈ വചനം ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തുവിനൊപ്പം ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നു, എന്നാൽ അവനു വേണ്ടി കഷ്ടം സഹിക്കാനും ത്യാഗം ചെയ്യുവാനും നാം തയ്യാറാണോ? അന്ത്യത്താഴവേളയിൽ യേശു പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. അപ്പോൾ തോമസ് പ്രതികരിച്ചു, കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഈ ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് യേശു പ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഇവിടെ തോമാസ് ലീഹ സഭയുടെ പ്രതിനിധിയാണ്. മറ്റുള്ളവർ മനസ്സിൽ സൂക്ഷിച്ച സംശയം അവൻ തുറന്നു ചോദിച്ചു. അതിനാൽ ലോകം കേട്ട ഏറ്റവും മഹത്തായ ക്രിസ്തുശാസ്ത്ര പ്രഖ്യാപനങ്ങളിലൊന്ന് സഭയ്ക്ക് ലഭിച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വഴി എന്നത് ഒരു പാതയെ മാത്രമല്ല, ദൈവത്തിലേക്കുള്ള ജീവിത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. തോമാസ് ലീഹായുടെ ചോദ്യം ഒരു മനുഷ്യരാശിയുടെ ചോദ്യമാണ്. സത്യത്തിലേക്കുള്ള വഴി ഏത്? ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്? ദൈവത്തെ എങ്ങനെ കണ്ടെത്താം? ക്രിസ്തുവിൻ്റെ മറുപടി വ്യക്തമാണ്. സത്യത്തിലേക്കുള്ള വഴി ഒരു ആശയമല്ല, ഒരു വ്യക്തിയാണ്. തോമാസ് ലീഹായെ കുറിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു സംഭവമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ഉദ്ധാന ദിവസം തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യന്മാർ യേശുവിനെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചില്ല. തോമാസ് ലീഹ പറയുന്നു, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും സ്പർശിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. അത് കേട്ട തോമസ് പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഏറ്റവും ഉയർന്ന വിശ്വാസ പ്രഖ്യാപനമാണ് തോമസിന്റെ ഈ വാക്കുകൾ എന്നതാണ്. സുവിശേഷത്തിന്റെ തുടക്കത്തിൽ യോഹന്നാൻ എഴുതുന്നു, വചനം ദൈവമായിരുന്നു. അവസാനത്തിൽ തോമസ് പ്രഖ്യാപിക്കുന്നു, എൻ്റെ ദൈവം. ഇങ്ങനെ സുവിശേഷം ആരംഭിച്ച സത്യം
തോമസിന്റെ വിശ്വാസത്തിൽ പൂർത്തിയാകുന്നു. വിശുദ്ധ അഗസ്ത്യൻ എഴുതുന്നു, തോമസ് സ്പർശിച്ചത് മനുഷ്യ ശരീരമായിരുന്നു, എന്നാൽ അവൻ ഏറ്റുപറഞ്ഞത് ദൈവത്വമായിരുന്നു. സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് ഒരു പ്രസിദ്ധമായ നിരീക്ഷണം നടത്തുന്നു. തോമസിന്റെ സംശയം നമ്മുടെ വിശ്വാസത്തിന് കൂടുതൽ ഉപകാരപ്രദമായി. എന്തുകൊണ്ട്? കാരണം തോമസിലൂടെ സഭയ്ക്ക് ഉറപ്പായി മനസ്സിലായി, ഉത്ഥാനം ഒരു ഭ്രമമല്ല, ശിഷ്യന്മാരുടെ ഭാവനയല്ല, യഥാർത്ഥ ചരിത്ര സംഭവമാണ്. തോമസ് അന്ധവിശ്വാസിയല്ലായിരുന്നു, അവൻ സത്യത്തെ അന്വേഷിച്ചവനായിരുന്നു. ഇന്ന് പല യുവാക്കളും വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. സഭ അവരെ ഭയപ്പെടുന്നില്ല. സത്യസന്ധമായ ചോദ്യങ്ങൾ വിശ്വാസത്തിന്റെ ശത്രുവല്ല, പലപ്പോഴും വിശ്വാസത്തിലേക്കുള്ള വഴിയാണ്. പുരാതന ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് തോമാസ് ലീഹ ക്രിസ്തുവർഷം 52 ഇന്ത്യയിലെത്തി. മലബാർ തീരത്ത് സുവിശേഷം പ്രസംഗിക്കുകയും സഭാസമൂഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വരിച്ചു. ഇന്ത്യൻ സഭയുടെ ആത്മീയ ചരിത്രത്തിൽ തോമസ് ഒരു മിഷണറിയേക്കാൾ വലിയവനാണ്. അവൻ ഭാരത സഭയുടെ സ്ഥാപകനാണ്, വിശ്വാസത്തിന്റെ വിധക്കാരനാണ്, സാംസ്കാരിക സംവാദത്തിന്റെ മാതൃകയാണ്, മിഷണറി ധൈര്യത്തിന്റെ പ്രതീകമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആദിജന്തസ് രേഖ നമ്മെ പഠിപ്പിക്കുന്നു, സഭാ സ്വഭാവത്താൽ തന്നെ മിഷണറിയാണ്. മാർ തോമാസ് ലീഹായുടെ ജീവിതം ഈ പ്രബോധനത്തിന്റെ ജീവനുള്ള ഉദാഹരണമാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം ഭാരത സഭയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ സഭയ്ക്ക് ഒരു സ്ലീഹായുടെ പൈതൃകമുണ്ട്. ആ പൈതൃകം പുതിയ സുവിശേഷവൽക്കരണത്തിന്റെ ശക്തിയാകണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത്, തോമസ് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടു, പിന്നീട് ലോകത്തെ അവനെ കാണാൻ സഹായിച്ചു എന്നാണ്. സീറോ മലബാർ സഭ വെറും ഒരു കിഴക്കൻ കത്തോലിക്ക സഭയല്ല, അവൾ തോമാസ് ലീഹായുടെ സഭയാണ്, അപ്പസ്തോലിക സഭയാണ്, മിഷണറി സഭയാണ്. നമ്മുടെ ആരാധനാക്രമവും പാരമ്പര്യവും ആത്മീയതയും ഈ അപ്പസ്തോലിക വേരുകളിൽ നിന്നാണ് വളർന്നു വന്നത്. ദുഃഖ്രാന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പാരമ്പര്യം സംരക്ഷിക്കുന്നത് മാത്രം മതിയല്ല, അത് ജീവിക്കുകയും കൈമാറുകയും വേണമെന്നാണ്. പ്രിയ സഹോദരങ്ങളെ, മാർ തോമാസ് ലീഹായുടെ ജീവിതം ഇന്നും നമ്മെ പല വിലപ്പെട്ട പാഠങ്ങളും പഠിപ്പിക്കുന്നു. ഒന്നാമതായി, സംശയങ്ങളെ വിശ്വാസയാത്രയുടെ ഭാഗമാക്കുക. തോമസിനെ പോലെ നമുക്കും ചിലപ്പോൾ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാകാം. എന്നാൽ ആ സംശയങ്ങളിൽ നിൽക്കാതെ സത്യത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും ശ്രമിക്കണം. സത്യാന്വേഷണത്തിലേക്ക് നയിക്കുന്ന സംശയങ്ങൾ വിശ്വാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. രണ്ടാമതായി, ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടുക. തോമസിന്റെ വിശ്വാസം മറ്റുള്ളവരുടെ അനുഭവങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടുമുട്ടിയ അനുഭവമാണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അതുപോലെ നമ്മുടെ വിശ്വാസവും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ദൈവാനുഭവങ്ങളിലൂടെയും വളരേണ്ടതാണ്. മൂന്നാമതായി, കുടുംബത്തിൽ വിശ്വാസത്തിന്റെ സാക്ഷിയാവുക. തോമാസ് ലീഹ ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിച്ചതുപോലെ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ക്രിസ്തുവിന്റെ സ്നേഹവും സുവിശേഷവും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജീവിത സാക്ഷ്യം തന്നെയാണ് ഏറ്റവും വലിയ, ഏറ്റവും ശക്തമായ പ്രസംഗം. നാലാമതായി, മിഷണറി മനോഭാവം വളർത്തുക. സഭയുടെ ഓരോ അംഗവും ഒരു മിഷണറിയാണ്. എല്ലാവരും ദൂരദേശങ്ങളിലേക്ക് പോകണമെന്നില്ല, എന്നാൽ നാം ജീവിക്കുന്ന സ്ഥലങ്ങളിലും സമൂഹങ്ങളിലും ക്രിസ്തുവിന്റെ സാക്ഷികളാകാൻ എല്ലാവർക്കും വിളിയുണ്ട്. അഞ്ചാമതായി, ധൈര്യത്തോടെ ജീവിക്കുക. തോമസ് തന്റെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ വരെ സമർപ്പിച്ചു. ഇന്ന് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് രക്തസാക്ഷിത്വമല്ല, മറിച്ച് എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനോട് വിശ്വസ്തരായിരിക്കുവാനുള്ള ഒരു ധൈര്യമാണ്. പ്രിയമുള്ളവരെ, തോമാസ് ലീഹ ഒരു സംശയിയായ മിഷണറിയായി തന്റെ ജീവിതം ആരംഭിച്ചില്ല. ധീരനും സമർപ്പിതനുമായ ഒരു അനുയായിയായിട്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. ജീവിതയാത്രയിൽ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു,
സത്യം അന്വേഷിച്ചു, ക്രിസ്തുവിനെ കണ്ടുമുട്ടി, വിശ്വസിച്ചു, ലോകത്തെ സുവിശേഷവൽക്കരിച്ചു. ഒടുവിൽ രക്തസാക്ഷിത്വത്തിലൂടെ തൻ്റെ സാക്ഷ്യം പൂർത്തിയാക്കി. അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി നിലകൊള്ളുന്നത് ഒരു മഹത്തായ വിശ്വാസ പ്രഖ്യാപനമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ദുഃഖ്രാന തിരുനാളിൻ്റെ ഈ പുണ്യവേളയിൽ ഈ വാക്കുകൾ തോമസിൻ്റെ വാക്കുകളായി മാത്രം അവശേഷിക്കരുത്. അവ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസ പ്രഖ്യാപനമായി മാറണം. നമ്മുടെ സഭയും കുടുംബങ്ങളും യുവജനങ്ങളും മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക തീഷ്ണത വീണ്ടെടുക്കട്ടെ. അവൻ്റെ മധ്യസ്ഥതയാൽ നാം സംശയങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്കും, വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും, സാക്ഷ്യത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കും വളരട്ടെ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മെ എന്നും നയിക്കട്ടെ. കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.